ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം. നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ മനസ്സിനെ ഒന്ന് ധൈര്യപ്പെടുത്തി എടുക്കേണ്ടതെന്ന് എന്താണെന്നറിയോ? നിങ്ങൾ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം കേട്ടോ. ആന ആനയുടെ ശക്തി അതിനറിയില്ല, ആനയുടെ വലുപ്പം അതിനറിയില്ല. ആ തോട്ടി ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ച് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പീഡനം മാത്രമാണ് അതിൻ്റെ മനസ്സിലുള്ളത്, അല്ലേ? പാപ്പാൻ എന്ത് പറയുന്നോ അതേ അനുസരിക്കൂ. ആ പാപ്പാൻ എങ്ങനെ പറയുന്നോ അതേ അനുസരിക്കൂ. ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളൊരു സിനിമ കണ്ടിട്ടില്ലേ? ഹിന്ദി സംസാരിക്കുന്ന ആന, അതായത് ഹിന്ദി മാത്രം മനസ്സിലാകുന്ന ആന. ഹിന്ദിയിലാണ് ആ ആനയ്ക്ക് എവിടുന്നോ ഛത്തീസ്ഗഡിൽ നിന്നോ എവിടുന്നോ ബീഹാറിൽ നിന്ന് എങ്ങാണ്ട് ഒരു ആനയെ കൊണ്ടുവരുന്നു. നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണനും നമ്മുടെ ജയറാമും ഒക്കെ കഥാപാത്രമായിട്ടുള്ളൊരു മൂവിയുടെ പേര് ആസ് യൂഷ്വൽ ഞാൻ മറക്കും. ഞാൻ എപ്പോഴും ഇതില്ലേ ഓർത്തി വെച്ചിരിക്കുന്നതല്ലേ, നെറ്റിപ്പട്ടം എന്നാണോ അല്ല എന്തോ നിങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ബായി മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ, ആനയെ പഠിപ്പിക്കാൻ നോക്കുന്നില്ലേ അവർ, ഹിന്ദി പഠിക്കാൻ ഒരു മാഷിനെ കൊണ്ടുവരുന്നു, ആനയെ ഹിന്ദി പഠിപ്പിച്ച് എടുക്കുന്നു, പാപ്പാനെ ഹിന്ദി പഠിപ്പിക്കും. നല്ലൊരു മൂവിയായിരുന്നു അത്. അപ്പോൾ ആ മൂവിയിൽ തന്നെ കണ്ടിട്ടില്ലേ, ആ ആനയ്ക്ക് ആ പഠിച്ച ഭാഷ അത് മാത്രമേ ഉള്ളൂ ആ ആന കേൾക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ മനുഷ്യൻ്റെ മനസ്സ്. നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതിൽ കൂടുതൽ ചെയ്യില്ലല്ലോ. പിന്നെ എല്ലാ മനുഷ്യർക്കും 1.25 കിലോ ബ്രെയിൻ അല്ലേ ഉള്ളത് തലയിൽ. പിന്നെ എന്തുകൊണ്ടാണ് പലരും പല രീതിയിൽ മെച്ചപ്പെടുന്നത്? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? മിക്കവാറും ഡോക്ടേഴ്സിൻ്റെ മക്കളൊക്കെ പഴയ കാലത്തൊക്കെ ഡോക്ടറാകാൻ ശ്രമിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് കണ്ടിട്ട് വരുന്ന ആ ഒരു ഊർജ്ജമാണ് അവർക്ക്. അച്ഛൻ നല്ലോണം സമ്പാദിക്കുന്നു, നമ്മളെ നോക്കുന്നു, അച്ഛന് നല്ല പേരും പ്രശസ്തി ഉണ്ടാകുന്നു. അപ്പോൾ കാലങ്ങളോളം അവരതിൽ കെട്ടിക്കിടക്കും, അവരും ഡോക്ടറായിട്ട് മാറും. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ഞാനത് നോക്കുന്നുണ്ട് കേട്ടോ. പാറ്റേൺ എന്ന് പറയുന്ന സാധനം നമ്മൾ മനസ്സിൽ വരച്ചിട്ട് കഴിയുമ്പോൾ നമ്മളതിൽ നിന്ന് മാറില്ല. നമ്മുടെ മനസ്സാണ് എപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യണത്. ഈ ആനയ്ക്ക് അറിയാൻ പാടില്ല അതിൻ്റെ ശക്തിയല്ലേ, ഒരു ചെറിയ ചെയിനല്ലേ അത്, അതിനെ ചങ്ങലയിലിട്ടേന്ന് പൊട്ടിച്ചുകൊണ്ട് ഓടാൻ എത്ര നേരം വേണം, പക്ഷെ ധൈര്യമില്ല അതിൻ്റെ മനസ്സിൽ അത് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുകയാണ്. അതിന് നീങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ബോധ്യം. പശുവിനെ അതുപോലെ തന്നെ നമ്മൾ എന്നും കെട്ടിയിടുന്ന സ്ഥലത്ത് കെട്ടാതെ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടാലും ഉണ്ടല്ലോ, വെറുതെ കയറ്, പശു അവിടെ തന്നെ നിൽക്കും, പോവില്ല എന്നാണ് പറയണത്. ഇതേപോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഈ ഒന്ന് രണ്ട് മൃഗങ്ങളെ വെച്ച് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥകളൊന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ചില വണ്ടുകൾ രാത്രി തേൻ കുടിക്കാൻ വന്നു കഴിഞ്ഞിട്ട്, അല്ല രാവിലെയൊക്കെ തേൻ കുടിച്ചുകൊണ്ടിരുന്ന് വൈകുന്നേരം ആകുന്നത് അറിയാതെ ഇല അങ്ങ് കൂമ്പിപ്പോവും. താമരയുടെ ഇല കൂമ്പും അത്ര. പിന്നെ ഈ ഉള്ളിൽ അകപ്പെട്ട മത്ത് പിടിച്ച വണ്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം അതിൻ്റെ ഗന്ധം മാത്രമാണ് അതിന് ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. അതിൽ വന്ന് വീഴ്, അതിൽ കുടുങ്ങി അത് ചത്തുപോകും, അല്ലേ? ശ്വാസം കിട്ടാതെ. കാരണം അതിന് തുളച്ച് പുറത്ത് വരാനുള്ള ശക്തിയില്ല. അതൊരു ജീവി. പിന്നെ ഒന്ന് വന്നിട്ട് ഈയാം പാറ്റകൾ, അവരുടെ ദൃഷ്ടി ഭയങ്കരമാണെന്നാണ് പറയണേ. വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നാളം തീജ്വാലയുടെ എവിടെ കണ്ടാലും അത് തേടി വന്ന് അതിനകത്ത് വന്ന് ആത്മാഹുതി ചെയ്ത് കളയും, അല്ലേ? അതിൽ വന്ന് വീഴും, അല്ലേ? അപ്പോൾ അത് ഇനിയൊരു ഇൻസെക്റ്റിൻ്റെ കഥ. ഇതേപോലെ തന്നെ ആനയും വാരിക്കുഴിയിൽ വീഴില്ലേ? ആ ആന വാരിക്കുഴിയിൽ വീണ് കഴിയുമ്പോൾ ആനയുടെ അടുത്തേക്ക് കാട്ടാനയാണ്, ഒരു മനുഷ്യൻ ചെല്ലില്ല. പ്രയാസമല്ലേ? ആന ഇടഞ്ഞുകളെയും കുത്തി കൊല്ലുകയൊക്കെ ചെയ്യില്ലേ? അപ്പോൾ ആ ആനയുടെ അടുത്തേക്ക് വിടുന്നത് ആരെയാണെന്നറിയോ? കുങ്കി ആനേനെയാണ്. എന്ന് പറഞ്ഞാൽ തടവി ആനയ്ക്ക് തൻ്റെ തടവുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത്ര. അതാണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഭാഗം. വളരെയധികം വികാരങ്ങൾ അവയിലുള്ള വിഷയാസക്തി ഉണർത്തുന്നത് അവയെ ഇങ്ങനെ തടവിയാലാണ് അത്ര. അപ്പോൾ അങ്ങനെ തടവി ഈ ആന, മറ്റേ കുങ്കി ആന മേളിലോട്ട് കൊണ്ടുവരും. പാരതന്ത്ര്യത്തിലേക്ക് അല്ലേ കൊണ്ടുവരുന്നത്? ആലോചിച്ചു ആനയെ. അതപ്പോൾ അങ്ങനെ പാരതന്ത്ര്യത്തിൻ്റെ വാരിക്കുഴിയിൽ വീഴും. ഈ പറഞ്ഞ അതിങ്ങനെ വശീകരിച്ച് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും വടവുമായിട്ട് നിൽക്കണ്ടോ കെട്ടിക്കൊണ്ടുപോകും. സോ ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ വിഷയാസക്തികളും. നമ്മൾ കൺട്രോൾ ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് ബ്രെയിൻ തന്നിരിക്കുകയാണ് കേട്ടോ. മറ്റവർക്ക് ഈ തരത്തിലുള്ള ഈ ആസക്തിയിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ബ്രെയിൻ പവർ ഭഗവാൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചവൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട്
അതെല്ലാം തന്നെ വളരെയധികം കണ്ണും പിന്നെ നല്ല സ്മെല്ലും കാത് പിന്നെ ഈ ഇതില്ലേ കാതിൻ്റെ സൗണ്ട് അരുവിയാണെന്ന് ഓർത്തിട്ട് മാൻ ഓടിച്ചെല്ലണത് കേട്ടിട്ടില്ലേ? അത് അരുവിയുടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വേട്ടക്കാരി ഈ മാനെ അങ്ങോട്ട് ആകർഷിച്ചിട്ട് വലയിലാക്കും. അപ്പം അത് കാത്. അപ്പോൾ കാത്, മൂക്ക്, കണ്ണ്, ത്വക്ക് ഇതെല്ലാം വളരെ എന്താ പറയണേ, വളരെ സെൻസിബിളായിട്ട് ഉള്ള ജീവിയാണ് നമ്മൾ മനുഷ്യൻ. എല്ലാം നമുക്ക് തികഞ്ഞതാണ്. ആ മനുഷ്യനെ അപ്പോൾ കൺട്രോൾ ചെയ്യേണ്ടത് ബ്രെയിൻ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ അറിവുള്ള ആൾക്കാർ, ഇപ്പം എന്നെ പോലുള്ളവരൊന്നല്ല കേട്ടോ, ഞാനൊക്കെ ജസ്റ്റ് എന്താ പറയണേ, നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചൂണ്ടുപലക കാണിച്ചിട്ട് എവിടെയാണ് അറിവ് ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. പുസ്തകങ്ങളിൽ ആണെങ്കിൽ പുസ്തകങ്ങൾ കാണിച്ചു തരും, അല്ലെങ്കിൽ ഏത് പുസ്തകത്തിൽ നിന്നാണ് എനിക്കത് കിട്ടിയതെന്ന് കാണിച്ചു തരും, അല്ലെങ്കിൽ ആര് പറഞ്ഞ കാര്യം ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടിയതെന്ന് പറയും. നിങ്ങളപ്പോൾ അവിടെ കയറി അതിൻ്റെ മൊത്ത വ്യാപാരമായിട്ട് എടുത്തോളണം കേട്ടോ. ഇത് ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലചരക്ക് വ്യാപാരികളാണ് നിങ്ങൾ, അതായത് റീറ്റെയിലേഴ്സാണ്. നിങ്ങൾ പോയിട്ട് മൊത്ത കച്ചവടമായിട്ട് നല്ല ഫുൾ ഫ്ലെഡ്ജഡായിട്ട് വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് വേണ്ടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല നല്ല ആചാര്യന്മാരുടെ സ്പീച്ചസൊക്കെ തിരഞ്ഞെടുക്കുക. ഇംഗ്ലീഷിലാണെങ്കിലും ഒരുപാട് പേരുണ്ട്. മെൽ റോബിൻസ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് കേൾക്കാൻ പറ്റുന്നവർ, ഞാൻ പലതും അതിൽ നിന്ന് കേട്ടിട്ട് പഠിച്ചിട്ട് വന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ. മെൽ റോബിൻസിൻ്റെ നോക്കൂ, നല്ലപോലെ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നവർ അതിൽ പോയി നോക്കൂ. അതല്ല മലയാളമാണ് അറിയാവുന്നതെങ്കിൽ പല അച്ഛന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നോക്കൂ. ബൈബിൾ വെച്ചിട്ട് പറയുന്നവരുടെ കേൾക്കൂ. അല്ലെങ്കിൽ ഉദിത് ചൈതന്യ, ഹിന്ദുക്കളാണെങ്കിൽ ഉദിത് ചൈതന്യ, പിന്നെ നമ്മുടെ ചിദാനന്ദപുരി സ്വാമികൾ, പിന്നെ ആരാണ്, നമ്മുടെ ചാലക്കുടിയിലുള്ള ഏറ്റവും പ്രായം ചെന്ന സ്വാമി ഉണ്ടല്ലോ, ആ സ്വാമി. അത് എല്ലാം നല്ല, എൻ്റെ ദൈവമേ, അതൊക്കെ കേട്ട് നമ്മളുണ്ടല്ലോ, ഭാഗവതവും പഠിപ്പിക്കും, ഒരു ഭഗവത്ഗീതയും പഠിപ്പിക്കും, ജീവിതവും പഠിപ്പിക്കും. അതിൽ നമ്മൾ കറക്റ്റായിട്ട് മുഴുകി 1 മണിക്കൂർ നിങ്ങളതിൽ ഇരുന്ന് പഠിക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ എന്താ പറയുക ന്യൂ ഇയർ സന്ദേശം കേട്ടോ. അപ്പോൾ ഈ ന്യൂ ഇയർ സന്ദേശം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതം ബെറ്റർ ആകുകയാണ് ചെയ്യുന്നത് നല്ല പണ്ഡിതന്മാരിൽ നിന്നും നമ്മൾ പഠിക്കുമ്പോൾ അല്ലേ. പിന്നെ ഒരു കാര്യം പറയാൻ വന്നത് എന്തായിരുന്നു, ആനയുടെ വിഷയാസക്തിയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ കാണുന്ന ഒരു പ്രവണതയാണ് കേട്ടോ. സ്ത്രീ ശരീരം അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ അവർക്ക് വിഷയാസക്തി കൂടിപ്പോയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അതായത് പുരുഷന്മാരാണെങ്കിൽ അവർ പല രീതിയിലും അത് എന്താ പറയുക ശമിപ്പിക്കും, അങ്ങനെയാണ് അവരുടെ ശാരീരിക അവസ്ഥ എന്ന് പറയുന്നു. സ്ത്രീകൾക്ക് അങ്ങനെ വിഷയാസക്തി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അല്ലേ? പണ്ടത്തെ സ്ത്രീകളെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കുലം മുടിയും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ. അപ്പോൾ നമ്മളുടെ ശാരീരിക അവസ്ഥ അല്ലെങ്കിൽ ബയോളജി കെമിസ്ട്രിയൊക്കെ നമ്മൾക്ക് അടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ഭർത്താവിന് അതിനുള്ള കഴിവില്ലാതായിപ്പോയി, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചില ആളുകൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അത് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വിദ്യകളും ടെക്നിക്സൊന്നും അവർക്ക് സ്വീകാര്യമല്ല. അവർ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് കറക്റ്റാണെന്ന് ഞാൻ പറയണം. അതാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അത് ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് തോന്നുന്നത് അല്ലേ ഞാൻ പറയേണ്ടതുള്ളൂ. അവർ പറയുന്നു വിവാഹേതര ബന്ധം ഞങ്ങൾ എടുക്കും, കാരണം ഭർത്താവിന് കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത്. അത് എന്താണ് തെറ്റുള്ളത്? ഞങ്ങൾക്കും യൗവനവും ഇതൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുന്നു. എനിക്കെന്തോ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ അവസ്ഥകളാണ്. ഇത് 5ഉം തന്നിരിക്കുന്ന ദൈവം നമുക്കൊരു ബ്രെയിനും കൂടി തന്നിട്ടുണ്ട്. ആ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ ശ്രമിച്ചാൽ. നിങ്ങളൊന്ന് നോക്കണം കേട്ടോ ഇത്. കാരണം ഈ വിഷയാസക്തിയുടെ പുറകിലേക്ക് പോയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു കുറച്ച് നൈമിഷിക നേരത്തെ ആ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അതൊക്കെ ഒരു സുഖം തന്നെയാണ്, നിരന്തരമായിട്ട് ഞങ്ങളെ ഡോപ്പമീൻ ഇഫക്റ്റ് കൂടുതലാക്കാനുള്ള സുഖമാണെന്നാണ് ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് നടന്ന ഒരു കാര്യമാണ്. ആസ് എ ലോയർ എനിക്ക് സമൂഹത്തിനോട് പറയണമെന്ന് തോന്നുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യ മനസ്സാണ് ആ പറയുന്ന ആൾ ഒരുപക്ഷെ
പിന്നീട് ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിക്കും. രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് വേറെ ജീവിക്കുന്നതല്ലോ. ഒരു പുരുഷന് ഒരു ഭാര്യയുണ്ട്, മറ്റേ സ്ത്രീക്ക് ഒരു ഭർത്താവും ഉണ്ട്. പക്ഷേ ഈ പുരുഷനും ഈ സ്ത്രീയും തമ്മിൽ, മറ്റൊരാളുടെ ഭാര്യയും മറ്റൊരാളുടെ ഭർത്താവും തമ്മിൽ അഫെയറിൽ ഏർപ്പെടുകയാണ്, ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? ഒരു പക്ഷേ ഈ ഭാര്യ മരിച്ചു പോവുകയാണെങ്കിൽ, മറ്റേ കാമുകൻ്റെ ഭാര്യ മരിച്ചു പോവുകയാണെങ്കിൽ, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഫിസിക്കൽ റിലേഷൻ മാത്രം ചെയ്തുകൊണ്ടിരുന്ന മറ്റേ അയൽക്കാരൻ്റെ ഭാര്യയുമായിട്ടുള്ള റിലേഷൻ അവൻ പിന്നീട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തക്കക്കേട് വന്നു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കും. അപ്പോൾ എന്താകും? ശരിക്കും ആ സ്ത്രീക്ക് വെറും വിഷയാസക്തി മാത്രമാണ് ഇവനോടുണ്ടായിരുന്നത്. മാനസികമായിട്ട് ഭർത്താവിനോടും കുട്ടിയോടും ഒരു അടുപ്പം വെച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ, എങ്ങനെ തിരിച്ചു വരും? ഇതൊരു വല്ലാത്ത ഒരു വൈകൃതത്തിലേക്ക് പോവില്ലേ ലൈഫ്? ഒരു വളരെ സ്മൂത്തായിട്ട് നമുക്ക് തോന്നിയിരുന്ന ജീവിതം ഇതിവർ മറച്ചു വെച്ച് ജീവിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് പിന്നീട് ഒരു ദിവസം അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരും? രണ്ടും കളയാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ? ആലോചിച്ച് നോക്ക്. ഞാൻ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ കാണാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടോ അത്? ആലോചിച്ച് നോക്കൂ. അതിനകത്ത് ആരെ നമ്മൾ കുറ്റം പറയും? ആരാണ് അതിനകത്ത് കുറ്റക്കാരെന്ന് നോക്കൂ. അതിനകത്ത് കുറ്റക്കാർ വിഷയാസക്തി തന്നെയാണ് അല്ലേ? നമ്മുടെ വിഷയാസക്തിയെ നമ്മൾ, അതായത് കോപത്തിനെ അതിൽ നിയന്ത്രിക്കുന്നില്ല, ഈ പറഞ്ഞ കാമം വരുമ്പോൾ അത് നിയന്ത്രിക്കുന്നില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിനെ ഒരു പ്രതലത്തിൽ കൊണ്ടുപോവുക? ഇറ്റ്സ് ഡിഫിക്കൾട്ട് അല്ലേ? അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞാൻ പറയാൻ വരുന്നത്, വിഷയാസക്തികൾ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ടെക്നിക്സൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചെടുക്കുക. ദർ ആർ സോ മെനി ടെക്നിക്സ് ഇൻ യോഗ അല്ലേ, മെഡിറ്റേഷൻ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആചാര്യന്മാരുടെ ആ ക്ലാസ്സുകളൊക്കെ കേൾക്കുക, മനസ്സിനെ നമ്മൾ നേരെയാക്കി എടുക്കുക. ഓഫ് കോഴ്സ് നമ്മൾ നല്ല കാലത്ത് നമുക്കതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. യൗവനത്തിൽ അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്തുനിന്ന്, അതായത് നമുക്ക് നിയമാനുസൃതമായിട്ടുള്ള പാർട്ട്ണറുടെ അടുത്തുനിന്ന് എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോകും. ഓക്കെ, സോ ദിസ് ഈസ് ദ ടേക്ക് അവേ. ബൈ. ഇത്രയേ ഉള്ളൂ. ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.